വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. SCRT പാഠഭാഗങ്ങളിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കണത്. ഒന്ന് താപവും ഊഷ്മാവും എന്ന് പറയുന്ന ടോപ്പിക്കും, അടുത്ത പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, അല്ലെ, ചലനങ്ങളും ബലങ്ങളും, ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ജലത്തിന് സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് പഠിക്കുക. ജലത്തിന് സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒന്നും കൂടെ പറയാം ടീച്ചറ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ജലം ഐസാകുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ജലം ഐസാകുന്നതും 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം: ഊഷ്മാവ് കൂടുമ്പോൾ മർദ്ദം എന്താണ്? ഊഷ്മാവ് കൂടുമ്പോൾ മർദ്ദവും കൂടുന്നു. ഊഷ്മാവ് കൂടുമ്പോൾ മർദ്ദം കൂടുന്നു. അടുത്തത്: ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം എന്താണ്? ഏത് നിയമമാണത്? ബോയിൽ നിയമമാണ്. ഒന്നും കൂടെ പറയാം. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. അടുത്തത്: ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അടുത്തത്: ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവ് എന്താണ്? താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് അതിന്റെ താപം. താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? താപനിലയുടെ SI യൂണിറ്റിനെ നമ്മൾ കെൽവിൻ എന്ന് വിളിക്കുന്നു. താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. താപോർജത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? താപോർജത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ജൂളാണ്. താപോർജത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ജൂളാണ്. താപത്തിന്റെ യൂണിറ്റ് എന്താണ്? താപത്തിന്റെ യൂണിറ്റും ജൂളാണ്. താപോർജത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്, താപത്തിന്റെ യൂണിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ജൂളാണ് പറയേണ്ടത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് ജനറേറ്റർ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ജനറേറ്റർ. ഏതൊക്കെ ലോഹങ്ങളാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഫ്യൂസ് വയർ നിർമ്മിക്കാൻ നമ്മൾ ടിന്ന്, ലെഡ് എന്നിവ ഉപയോഗിക്കുന്നു. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ടിന്നും ലെഡും ഉപയോഗിക്കുന്നു. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു നിക്രോം. വൈദ്യുത ഹീറ്ററിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? രണ്ടും ഒന്ന് തന്നെയാണ് ഉത്തരം, അല്ലെ? എന്താണ്? നിക്രോം ആണ്. സാധാരണ ഊഷ്മാവിൽ ദ്രവ അവസ്ഥയിലുള്ള ലോഹം ഏതാണ്? സാധാരണ ഊഷ്മാവിൽ ദ്രവ അവസ്ഥയിലുള്ള ലോഹത്തിന്റെ പേര് മെർക്കുറി എന്നാണ്. സാധാരണ ഊഷ്മാവിൽ ദ്രവാവസ്ഥയിലുള്ള ലോഹം മെർക്കുറി. വൈദ്യുത ബൾബിനുള്ളിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തു വസ്തു കൊണ്ടാണ്? വൈദ്യുത ബൾബിനുള്ളിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന വസ്തു കൊണ്ടാണ്. ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇലക്ട്രിക് ബൾബ്, വൈദ്യുത ബൾബ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ പറയണ്ടേ? ടങ്സ്റ്റൺ തന്നെ പറയണം. ഗ്രാമോഫോൺ കണ്ടെത്തിയത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ഗ്രാമോഫോൺ കണ്ടെത്തിയ ആൾ ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ് ഗ്രാമോഫോൺ കണ്ടെത്തിയത്. പാറക്കഷ്ണങ്ങൾ നിറച്ച ഒരു ബോട്ടിൽ നിന്ന് അതിൽ നിൽക്കുന്ന കുളത്തിലേക്ക് ബോട്ടിലുള്ള പാറക്കഷ്ണങ്ങൾ ഇട്ടാൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു?
ജലനിരപ്പ് താഴുന്നു. പാറക്കഷ്ണങ്ങൾ നിറച്ച ഒരു ബോട്ടിൽ നിന്ന് അത് നിൽക്കുന്ന കുളത്തിലേക്ക് ബോട്ടിലെ പാറക്കഷ്ണങ്ങൾ ഇട്ടാൽ ജലനിരപ്പ് എന്ത് വരുന്നു? താഴുന്നു. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ എന്തിനാണ്? പ്ലവക്ഷമ ബലം കൂടുതൽ ജലത്തിനാണോ, മണ്ണെണ്ണയ്ക്കാണോ, ഡീസലിനാണോ, ഉപ്പുവെള്ളത്തിനാണോ? പ്ലവക്ഷമ ബലം കൂടുതൽ എന്തിനാണ്? ഉപ്പുവെള്ളത്തിനാണ്. പ്ലവക്ഷമ ബലം കൂടുതൽ എന്തിനാണ്? ഉപ്പുവെള്ളത്തിനാണ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം രസമാണ്. തെർമോമീറ്ററിൽ രസമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത്, തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കാരണം എന്താ? തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കാരണം എന്താ? നീരാവിക്ക് ലീനതാപം കൂടുതലാണ്. നീരാവിക്ക് ലീനതാപം കൂടുതലാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഏത് താപനിലയിലാണ്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ ആണ്. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നത് ചാലനം എന്നാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ്? കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടാൻ കാരണം വികിരണമാണ്. എന്താണ്? വികിരണം. ഇനി താപനില നിർണയവുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏതാണ്? നമുക്ക് നോക്കാം. താപനില ബന്ധമില്ലാത്ത സ്കെയില് ഫാരൻഹീറ്റ് സ്കെയില്. ടീച്ചർ ഓപ്ഷൻ പറയാം. ഫാരൻഹീറ്റ് സ്കെയില്, സെൽഷ്യസ് സ്കെയില്. എന്താണ്? സെൽഷ്യസ് സ്കെയില്. അടുത്തത് കെൽവിൻ സ്കെയില്, കെൽവിൻ സ്കെയില്. അടുത്ത റിക്ടർ സ്കെയില്. എന്താണ്? റിക്ടർ ആണ് കേട്ടോ, റിക്ടർ സ്കെയിൽ. അപ്പോ ഇതില് എന്താണ് താപനില നിർണയവുമായി ബന്ധമില്ലാത്തത്? റിക്ടർ സ്കെയിലാണ്. അപ്പോ ഫാരൻഹീറ്റ് ആയാലും സെൽഷ്യസ് ആയാലും കെൽവിൻ ആയാലും ഒക്കെ എന്താണ്? താപനിലയുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യസിലാണ്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് സാന്ദ്രീകരണം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? സാന്ദ്രീകരണം. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നു. ഈ പ്രക്രിയയ്ക്ക് എന്തു പറയുന്നു? എന്ത് വിളിക്കുന്നു? ഉത്പതനം എന്ന് വിളിക്കുന്നു. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നു. അതാണ് ഉത്പതനം എന്ന് പറയുന്നത് കേട്ടോ. ചായപാത്രത്തിന് ഗോളാകൃതിയാണ് അഭികാമ്യം. കാരണം എന്ത്? ചായപാത്രത്തിന് ഗോളാകൃതിയാണ് നല്ലത്. കാരണം താപനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയാണ്. ചായപാത്രത്തിന് ഗോളാകൃതിയാണ് അഭികാമ്യം എന്ന് പറയാൻ കാരണം എന്താ? താപനഷ്ടം കുറയ്ക്കാനാണ്. 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ 35 ഡിഗ്രി സെൽഷ്യസ് 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. താപനില അളക്കുന്നത് വിവിധ സന്ദർഭങ്ങളാണ്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് ഇവ രണ്ടും തുല്യനായി വരുന്ന ഒരു താപനില എത്രയാണ്? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും തുല്യമായി വരുന്നത് എപ്പോഴാണ്? -40യിലാണ്. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും തുല്യമായി വരുന്ന താപനില -40 ആണ്. വെയിലത്തിട്ട നനഞ്ഞ തുണി വേഗത്തിൽ ഉണങ്ങാൻ കാരണം എന്താണ്? വെയിലത്തിട്ട നനഞ്ഞ തുണി വേഗം ഉണങ്ങാൻ കാരണം എന്താണ്? ബാഷ്പീകരണം മൂലമാണ്.
അടുത്തത്, ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? എന്താണ്? ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുന്നു, അത് വീർക്കുന്നു, പൊട്ടുന്നു. എന്ത് നിയമമാണത്? ചാൾസ് നിയമമാണ്. ഇനി അടുത്തത്, വെള്ളം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? വെള്ളം എപ്പോഴാ തിളയ്ക്കുക? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക ട്ടോ. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 0 കെൽവിൻ. 0 കെൽവിൻ ഈക്വൽ ടു -273 ഡിഗ്രി സെൽഷ്യസ്. 0 കെൽവിൻ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും താഴ്ന്ന താപനില എത്രയാണ്? ഏറ്റവും താഴ്ന്ന താപനില -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അബ്സല്യൂട്ട് സീറോ എന്ന പദം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്സല്യൂട്ട് സീറോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപം. അബ്സല്യൂട്ട് സീറോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണേ? താപം ട്ടോ. മലമുകളിൽ 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ ജലം തിളയ്ക്കുന്നതിന്റെ കാരണം എന്താണ്? അവിടെ വായുമർദ്ദം കുറവാണ്. 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ വായു എന്താ പറയണ, അവിടെ വെള്ളം തിളയ്ക്കാൻ കാരണം വായുമർദ്ദം കുറവായതുകൊണ്ട്. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണത്തിന്റെ പേര് എന്താണ്? ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം എന്താണ്? തെർമോമീറ്റർ ആണ്. ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം എന്ന് പറയും. ക്വഥനാങ്കം അഥവാ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണം എന്താണ്? ഹൈപ്സോമീറ്റർ ആണ്. എന്താണ്? ഹൈപ്സോമീറ്റർ ആണ്. ഇനി അടുത്തത്, നമ്മുടെ ഉയർന്ന താപനില അളക്കാൻ എന്തുപയോഗിക്കുന്നു? ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് പൈറോമീറ്റർ ആണ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പൈറോമീറ്റർ ആണ് ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അപ്പോ ഐസക് ന്യൂട്ടൻ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവും ആരെന്നെയാണ്? ഐസക് ന്യൂട്ടൻ തന്നെയാണ്. ആരാണ്? ഐസക് ന്യൂട്ടൻ തന്നെയാണ്. ഊഞ്ഞാലിന്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? ഊഞ്ഞാലിന്റെ ചലനം ഒരു ദോലന ചലനമാണ്. ദോലനം ട്ടോ. ഊഞ്ഞാലിന്റെ ചലനം ദോലന ചലനം. അതുപോലെ തന്നെ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എന്ത് ചലനമാണ്? അതും ദോലന ദോലനമാണ്. ഊഞ്ഞാലാടുന്നത്, ക്ലോക്കിന്റെ പെൻഡുലം ഒക്കെ ട്ടോ. എന്നാൽ പമ്പരം കറങ്ങുന്നത് എന്ത് ചലനമാണ്? അത് ഭ്രമണ ചലനമാണ്. പമ്പരം കറങ്ങുന്നു, ഭ്രമണ ചലനമാണ്. ഒരു പൂർണ്ണ ചലനത്തിന് ഉദാഹരണം എന്ത്? മൺപാത്രത്തിന് ഉപയോഗിക്കുന്ന ചക്രം. മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചക്രം എന്തിനു ഉദാഹരണമാണ്? ഘൂർണന ചലനം. എന്താണ്? ഘൂർണന ചലനം ട്ടോ. ചലിക്കുന്ന വസ്തുവിന് അതിന്റെ ചലനം തുടരാനുള്ള പ്രവണതയെ എന്ത് പേരിട്ട് വിളിക്കാം? ചലിക്കുന്ന വസ്തുവിന് അതിന്റെ ചലനം തുടരാനുള്ള പ്രവണതയെ ജഡത്വം എന്ന് വിളിക്കുന്നു. ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാൻ 45 ഡിഗ്രി കോണളവിൽ വിക്ഷേപിക്കണം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തോലന നിയമം ആവിഷ്കരിച്ചത് ആർക്കമെഡീസ് ആണ്. ഉത്തോലന നിയമം ആർക്കമെഡീസ് ആണ്. ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ഭാരക്കുറവ് തോന്നാൻ കാരണം എന്താണ്? പ്ലവക്ഷമ ബലമാണ്. ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ഭാരക്കുറവ് തോന്നാൻ കാരണം എന്താണ്? പ്ലവക്ഷമ ബലം. അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ എന്തുപയോഗിക്കുന്നു? ബാരോമീറ്റർ ഉപയോഗിക്കുന്നു. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ബാരോമീറ്റർ ഉപയോഗിക്കുന്നു. ആരാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്? ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ആണ്. ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന തത്വം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന തത്വം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്നത് പാസ്കൽ നിയമമാണ്. ഡാമുകളിൽ ജലം അതിന്റെ മർദ്ദം
കൂടുതൽ ചെലുത്തുന്നത് എവിടേക്കാണ്? ഡാമുകളിലാവുമ്പോ മർദ്ദം എവിടേക്ക്? എല്ലാ ദിശകളിലേക്കും ചെലുത്തുന്നു എന്ന് ഓർത്തു വെക്കുക. ഇനി ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് 3 കിലോഗ്രാം 5 കിലോഗ്രാം ഉള്ള രണ്ട് കമ്പികള് പിന്നെ കട്ടകള് അത് ഒരേ സമയം താഴേക്കിട്ടാൽ ആദ്യം ഏതെത്തും? രണ്ടും ഒരേ സമയത്തെത്തും ട്ടോ. രണ്ടും ഒരേ സമയത്താണ് എത്താന്ന് ഓർക്കണം. ഒരു ലഘു യന്ത്രത്തിൽ നാം ഉപയോഗിക്കുന്ന ബലത്തെ എന്ത് വിളിക്കുന്നു? ലഘുയന്ത്രത്തിൽ നാം ഉപയോഗിക്കുന്ന ബലത്തെ യത്നം എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത്, കത്രിക എന്തിന് ഉദാഹരണമാണ്? കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. കത്രിക ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടെങ്കിൽ ഒരാൾ തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ കാരണം എന്താണ്? അവിടെ ഘർഷണ ബലം കുറവാണ്. മിനുസമുള്ള തറയിൽ ഘർഷണ ബലം എന്താണ്? കുറവാണ്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലത്തെ നമ്മൾ എന്ത് വിളിക്കാം? അതിനെ നമ്മൾ ഘർഷണ ബലം എന്ന് വിളിക്കാം. മേശപ്പുറത്തിരിക്കുന്ന ഒരു വസ്തുവോ പുസ്തകമോ ഒക്കെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഘർഷണ ബലം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് പഠിക്കാണ്ട്, അതായത് പ്രകാശം അല്ലെ, പ്രകാശവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. അത് കഴിഞ്ഞാൽ ഫിസിക്സിൽ തന്നെ പഠനമാണ് സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നന്നായി പഠിക്കുക എല്ലാവരും കേട്ടോ.